പറ്റുന്നില്ല മോളെ. ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനമില്ലെന്നേ. അല്ലെങ്കിലെ പുതിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? എന്താണെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറ. ഇഷ്യൂ ഒക്കെ പഴയത് തന്നെയാ. പക്ഷേ ഇപ്പൊ അതൊന്ന് ചെറുതായിട്ട് ഡൈവേർട്ടായി. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ CKC. അത് പിന്നെ എനിക്ക് ഈ പ്രണവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എന്നാലും ഇവനോട് പോലും ആ ഗൗതം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. CKC വളച്ചു കിട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ, വെറുതെ ടെൻഷൻ ആക്കല്ലേ. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനിയൊരു പക്ഷേ ഇതുപോലെ നമുക്ക് 4 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ? അങ്കിൾ, ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ചിലപ്പോ ഇന്നൊരു ദിവസം കൂടി നമുക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രണവ് കാണും. ഏത് സമയത്തും പ്രണവിന്റെ അറസ്റ്റ് ഉണ്ടാകാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അറസ്റ്റോ? എന്തിനാ? അതിനിപ്പോ ഞാനെന്തോ ചെയ്ത്? ആ പെർജറി കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ പ്രണവിനെ കൊടുക്കാനാ ഇപ്പോ ഗൗതമിന്റെ നിധിയുടെയും പ്ലാൻ. അവര് അങ്കിളിന്റെ ആന്റിയുടെ പേരിൽ കേസിന് പോകുന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ പിന്നെ ഇങ്ങനെ പ്രണവിന്റെ നേരെ തിരിഞ്ഞത്? അപ്പോ നമ്മുടെ പേരിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ അവര് സ്കെച്ചിട്ട് വെച്ചിരിക്കുന്നത് പ്രണവിനെ തന്നെയാന്ന്, അല്ലേ? യെസ്, ലക്ഷ്യം ഇവനാണ്. എന്നെ അവരെന്തിനീ കേസിൽ കൊടുക്കണം? അതിന് സാധ്യതയുണ്ട് പ്രണവേ. സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോകുന്നത് പ്രണവല്ലേ? അതിന്റെ വൈരാഗ്യം കാണിക്കാതിരിക്കോ? കോടതിയിൽ ചെന്ന് നിന്ന് ഗൗതമും നിധിയും ചേർന്നാണ് എന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് മൊഴി കൊടുത്തത് ആരാ? പ്രണവല്ലേ? പ്രണവ് കാരണമല്ലേ ഗൗതം ജയിലിൽ പോയി കിടന്നത്? ഇതിനൊക്കെ അവര് പ്രതികാരം ചെയ്യാതിരിക്കോ? അല്ലെങ്കില് കണ്ടോ കണ്ടോ, ശിവാനി മോള് പ്രണവിനേക്കാൾ ഷാർപ്പാണ്. വേഗം കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രണവ് കള്ളസാക്ഷ്യം കൊടുത്തുവെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ആ പെർജറി കേസിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കള്ളമൊഴി അല്ലല്ലോ കൊടുത്തത്. എന്നെ പിടിച്ചോണ്ട് പോയതും അതിനായിട്ട് പവിത്രനെ ഏർപ്പാടാക്കിയതും ഈ പറഞ്ഞ ഗൗതമ നിധി ചേർന്നിട്ടല്ലേ? ഈ പവിത്രം കുറ്റം ഏറ്റെടുത്തു എന്ന് കരുതി ഗൗതവും നിധിയും തെറ്റുകാരല്ലാതാവുന്നില്ലല്ലോ. അവര് കേസുമായിട്ട് പോട്ടെന്നേ, അന്വേഷിക്കട്ടെ. ഒടുവിൽ കുടുങ്ങുന്നത് അവര് തന്നെ ആയിരിക്കും. എന്റെ പ്രണവേ, നീ പറയുന്നതൊക്കെ ശരിയാണ്. നിന്നെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിലെടുക്കാനും എനിക്കറിയാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഒരു ദിവസം പോലും നീ ജയിലിൽ കിടക്കരുത്. അതിന് അനുവദിക്കില്ല ഞാൻ. ജയിലിൽ കിടക്കേണ്ടി വരുമോ? പിന്നല്ലാതെ. പെർജറി കേസിൽ അറസ്റ്റ് ചെയ്താ റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ ആന്റി? CKC, പ്രണവ് ജയിലിൽ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവൻ ഇനി കോടതി കയറേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതിനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി. തൽക്കാലം അറസ്റ്റ് തടയാനുള്ള വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല ജ്യോതി. അവര് കേസ് ഫയൽ ചെയ്തിട്ടില്ല ഇതുവരെ. കേസ് കൊടുക്കുന്നില്ലെന്നും ഗൗതമിനെ നിധിയും തടയാനായാൽ അതായിരിക്കും തൽക്കാലത്തേക്ക് ഒരു രക്ഷ. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ പിന്നെ എങ്ങനെ തടയാനാങ്കളെ? അതിന് ഞാനോ ശിവാനിയോ ജ്യോതിയോ വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രണവ് തന്നെ മനസ്സ് വെക്കണം. ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? ഓഹോ, മനസ്സിലായി. ഗൗതമിന്റെ നിധിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്റെ പേരിൽ കേസ് കൊടുക്കരുതെന്ന് കാല് പിടിച്ച് അപേക്ഷിക്കണോ അല്ലേ? അതിന് നിന്നെ പറഞ്ഞു വിടുന്നതിന് പകരം ഞാൻ അങ്ങ് മരിക്കുന്നതാണ് മോനെ. നീ പോകേണ്ടത് നിധിയുടെയോ ഗൗതമിന്റെ മുന്നിലേക്കല്ല, നിന്റെ പെറ്റമ്മയുണ്ടല്ലോ അവരുടെ മുന്നിലേക്കാ. അതൊരു നല്ല ഐഡിയ. പാർവതിയുടെ മുന്നിൽ ചെന്ന് എന്റെ പേരിൽ കേസ് എടുക്കരുതെന്നും അതിൽ നിന്നും ഗൗതമിനെ നിധിയും തടയണമെന്നും നീ ആവശ്യപ്പെട്ട ബാക്കി കാര്യങ്ങൾ പാർവതി നോക്കിക്കോളും. ഏയ്, അതൊന്നും വേണ്ട. എന്റെ ആ പെറ്റമ്മ തന്നെയല്ലേ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും. അവരുടെ മുന്നിൽ ചെന്ന് യാചിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിലേക്ക് പോകുന്നതാ. ഒരു രാത്രിയെങ്കിലും നീ ജയിലിൽ കിടക്കേണ്ടി വന്നാ അത് ഗൗതമിന്റെയും നിധിയുടെയും വിജയമായി പോവും. ഞങ്ങൾ തോറ്റുപോകും മക്കളെ അവരുടെ മുന്നില്. അത് മാത്രമല്ല ജ്യോതി, പ്രണവിനെ കോടതിയിൽ ഹാജരാക്കി കള്ളസാക്ഷി പറഞ്ഞുവെന്ന് സ്ഥാപിച്ച് റിമാൻഡിൽ അയക്കാനായാൽ പിന്നെ അങ്ങോട്ട് ഗൗതമും നിധിയും പ്രസന്റ് ചെയ്യുന്നത് മുഴുവൻ ഫേക്ക് എവിഡൻസുകളായിരിക്കും. ഏതറ്റം വരെയും പോകും അവര്. എങ്ങനെയും പ്രണവിനെ ഒഴിവാക്കിയെടുക്കാൻ കിട്ടിയ ഈ അവസരം അവർ മുതലാക്കും. പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും അവരുടെ ശ്രമം. എന്തൊക്കെ അങ്കിളെ ഈ പറയുന്നേ? സത്യമാണ് മോളെ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ്. ഇപ്പൊ നമ്മൾ ഈഗോ കാണിച്ചാൽ ഒരിക്കലും പിന്നെ തല പൊക്കാനാവാത്ത വിധം നമ്മൾ തകർന്നു പോകും. പ്രണവിന് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ അത് സഹിക്കാൻ പറ്റുമോ മോൾക്ക്? അയ്യോ,
വേണ്ട, അങ്ങനൊന്നും സംഭവിക്കരുത്. പ്രണവേ, ഒന്നും നോക്കണ്ട. ഈശ്വരമംഗലം വരെ ഒന്ന് പോയിട്ട് വാ. അമ്മയോട് ചെന്ന് കാര്യം പറ. നീ എന്തോ ശിവാനി പറയുന്നേ? ഞാൻ പോയി യാചിക്കാനോ? നോക്കുമോനെ, ഇപ്പൊ അതൊന്നും ചിന്തിക്കാൻ പറ്റിയ സമയമല്ല. കുറേ ദിവസം നീ അവരുടെ കസ്റ്റഡിയിലായിരുന്നു. ഈ പെങ്കൊച്ച് അനുഭവിച്ച വേദന കാണാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ, പറയുന്നത് മനസ്സിലാക്ക്. ഇനി നീ ജയിലിൽ പോയാ ഇവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? നീ അതുകൂടി പറഞ്ഞതാ. പ്ലീസ് പ്രണവേ, എനിക്ക് വേണ്ടിയല്ലേ ഒന്ന് പോയി അമ്മയെ കാണ്. പ്ലീസ് പ്ലീസ്. ഇതിലിപ്പോ വലിയ അഭിമാന പ്രശ്നം നോക്കേണ്ട കാര്യമില്ല. ഒന്നുമില്ലല്ലോ, അമ്മയല്ലേ. ഇതൊരു തോൽവിയായിട്ടൊന്നും കാണണ്ട. തന്ത്രപരമായ ഒരു നീക്കം. ചില സമയങ്ങളിൽ നമ്മളൊന്ന് പിന്നോട്ട് മാറിക്കൊടുക്കുന്നതാ ബുദ്ധി. ദേ, ഒരു കാരണവശാലും ഗൗതം നിധി ഇനി ആ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്. അതിന് എന്താണെന്ന് വെച്ച പ്രണവ് ചെയ്തേ പറ്റൂ. പ്രണവ്, ഇനി എനിക്ക് തനിച്ചാവാൻ വയ്യ. പ്ലീസ്. ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പറയുമ്പോ എനിക്ക് എതിർത്ത് ഇരിക്കാനാവുന്നില്ല. ഞാൻ പോവാ. നാളെ തന്നെ പോയി അമ്മയെ കാണാം. ഹലോ. ആ സജീവ, ജോർജ് ഇന്ന് ലീവാണല്ലേ? ലീവ് പറഞ്ഞിട്ടില്ല സാർ. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഇന്ന് വരുമെന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, സജീവൻ എനിക്ക് ക്യാബിനിലേക്ക് ഒന്ന് വാ. ശരി സാർ. എന്തിനായിരിക്കും ഗൗതം സാർ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? വല്ല സംശയം തോന്നി കാണുമോ? എന്തായാലും പോയി നോക്കാം.